ഓരോ വ്യക്തികൾക്കും സവിശേഷമായ സ്വഭാവമാണുള്ളത്. ചിലർ സൗമ്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ മറ്റു ചിലരാകട്ടെ ക്ഷിപ്രകോപികളാണ്. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം മൂക്കിൻ തുമ്പത്ത് വന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ അയാളുടെ രാശി വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ രാശി നോക്കി നമുക്ക് അല്ലെങ്കിൽ ചില വ്യക്തികളെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന നക്ഷത്രമാണെങ്കിൽ പോലും അത് ദേഷ്യക്കാരായ സ്വഭാവമാണ് അവരുടെയെന്ന്. അങ്ങനെയുള്ളതിൽ രണ്ട് രാശിക്കാരായ, അതായത് മേടം രാശി, ഇടവം രാശി, ഈ രണ്ട് രാശിയിലുള്ള നക്ഷത്രങ്ങൾ വരുന്ന ആളുകൾ വളരെയധികം കോപം കൂടിയവരാണ്. മേടം രാശിക്കാരുടെ ഒരു സ്വഭാവം പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്. അപ്പോൾ ഇതിന് കാരണമായി പറയാനുള്ളത് മേടം രാശിയുടെ ഗ്രഹമായി വരുന്നത് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയുടെ സ്വാധീനം തന്നെയാണ് ഇവരുടെ ഈ എടുത്തുചാട്ടത്തിനും പെട്ടെന്നുള്ള കോപാകുലരായ സ്വഭാവത്തിനും കാരണമായി മാറുന്നത്. ഒരു ചൊവ്വയുടെ സ്വാധീനം കൂടുതലായി ഇവരിലേക്ക് വരുന്നത് കോപത്തിന് തന്നെ കാരണമാക്കി മാറ്റുന്നുണ്ട്. അതിനാൽ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ ഗൗരവമായി എടുത്തു ചാടി പ്രകോപിതരാകുന്ന സ്വഭാവം ഒന്ന് കുറയ്ക്കുക. സാധ്യമല്ല എങ്കിൽ പോലും നിങ്ങൾക്കൊന്ന് ശ്രമിക്കാവുന്നതാണ്. അടുത്ത രാശിയായി പറയുന്നത് ഇടവമാണ്. കഠിനാധ്വാനികളായ ആളുകളാണ് ഇടവം രാശിക്കാർ. എങ്കിൽ പോലും സ്വന്തം തെറ്റായാലും മറ്റുള്ളവരുടെ തെറ്റായാലും അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല. സ്വന്തം ഭാഗങ്ങളോ അല്ലെങ്കിൽ തെറ്റുകൾ ചില ആളുകളോ ഒന്നും ഇവർക്ക് പക്ഷേ ഇവരുടെ രീതിയിൽ മറച്ചു വയ്ക്കും. അതുപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ കോപം കൂടുതലായി വന്നാൽ സ്വന്തം ശരീരമാണെന്ന് നോക്കാതെ പോലും സ്വയം മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മേടം രാശിക്കാരും ഇടവം രാശിക്കാരും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് രാശിക്കാരാണ്? അപ്പോൾ ഈ മേടം രാശിയിൽ ഉൾപ്പെടുന്നതാണോ ഇടവം രാശിയിലൊക്കെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക.